ഹായ് ഡിയേഴ്സ്, ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് എന്ന ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വേഷൻസിന് പകരം ഒരു പോളിനോമിയലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിൽ എക്സിൻ്റെ വാല്യൂസ് കണ്ടെത്താനുള്ള ഫോർമുലയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇവിടെ പോളിനോമിയൽ എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇവിടെ എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന എക്സിൻ്റെ വാല്യൂസാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്ന ഈ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ കണ്ടെത്തുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഫോം ചെയ്യുന്ന പോളിനോമിയലിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് വരിക. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം ആണ്, അതായത് എക്സും എക്സ് സ്ക്വയർ ഒന്നും ഇല്ലാത്ത നമ്പർ ആയിരിക്കും സി എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂസ് കൊടുത്ത് എക്സിന് പോസിബിളായിട്ട് വരുന്ന വാല്യൂസ് കണ്ടെത്താവുന്നതാണ്. പേജ് നമ്പർ 97 ഫസ്റ്റ് പ്രോബ്ലം. ദി പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 42 meters ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 15 meters. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും അതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്തുമാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് കണ്ടെത്തേണ്ടത്. പെരിമീറ്റർ 42 ആണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്താൽ പെരിമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് 21 ആണ് കിട്ടുക. ലെങ്ത്തിന് നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് 21 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ. ഇനി നോക്കൂ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ വരച്ചപ്പോൾ റെക്റ്റാങ്കിളിനെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഇതിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 21 മൈനസ് എക്സ് ആണ്. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഈ ഹൈപ്പോട്ടനസ് ആണ് നമ്മുടെ ഡയഗണൽ, ദാറ്റ് ഈസ് 15 സ്ക്വയർ. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്തു. ഇക്വേഷനെ നമ്മൾ പോളിനോമിയലാക്കി മാറ്റും, അതായത് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാക്കി മാറ്റണം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയറിന് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ. അപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ 21 സ്ക്വയർ ദാറ്റ് ഈസ് 441 മൈനസ് 2 ഇൻറ്റു 21 എക്സ്. അപ്പോൾ 42 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 15 സ്ക്വയർ ദാറ്റ് ഈസ് 225. നെക്സ്റ്റ് നമുക്ക് എക്സ് സ്ക്വയറിൻ്റെയും എക്സിൻ്റെ ഒക്കെ ടേംസുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ, പിന്നെ മൈനസ് 42 എക്സ്. നെക്സ്റ്റ് 441 225നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ മൈനസ് 225 ഈക്വൽ ടു 0. ഓക്കെ, ഒരു പോളിനോമിയലായി. ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്കതൊരു പോളിനോമിയലിൻ്റെ ഫോമിലായി. 2x സ്ക്വയർ മൈനസ് 42 എക്സ് പ്ലസ് 216 ഈക്വൽ ടു 0. എല്ലാ ടേമിനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? 2 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2x സ്ക്വയറിന് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ, 42നെ 2 ഡിവൈഡ് ചെയ്തപ്പോൾ 21, 216 ആണെങ്കിൽ 2 ഡിവൈഡ് ചെയ്തപ്പോൾ 108 കിട്ടി. ഇനി നമുക്ക് ഓരോ ടേമിൻ്റെയും വാല്യൂ നോക്കാം. എ എന്ന് പറയുന്നത് എപ്പോഴും എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, എ ഈക്വൽ ടു 1. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, ദാറ്റ് ഈസ് മൈനസ് 21. സി കോൺസ്റ്റൻറ്റ് ടേം 108. ഇനി നമ്മുടെ ഇക്വേഷൻ ഫോർമുല എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ആണ്.
ഒന്നിച്ച് നമ്മുടെ വാല്യൂസ് കൊടുത്ത ഫോർമുല സോൾവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് b² - 4ac വാല്യൂ കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ b² - 4ac വാല്യൂ എന്താ വരുന്നത്, b എന്ന് പറയുന്നത് -21 ആണ്. അപ്പോൾ സ്ക്വയർ -21 സ്ക്വയർ -4 × 1 × 108. Okay, 441 - 432 that is 9. b² - 4ac 9 കിട്ടി. സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 9 ദാറ്റ് ഈസ് 3. ഇനി എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂസ് നമ്മുടെ ഫോർമുലയിൽ കൊടുത്താൽ മതി. അപ്പോൾ x = -b ± സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac all divided by 2a. മൈനസ് ഇവിടെ ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു മൈനസ് നമ്പറാണ്. നമ്മുടെ ഫോർമുലയിൽ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ബിക്ക് കിട്ടിയ വാല്യൂ മൈനസ് ആണ്. അപ്പോൾ രണ്ട് മൈനസും എഴുതണം. -21 ± 3 സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac വാല്യൂ കണ്ടെത്തി, ദാറ്റ് ഈസ് 3. അപ്പോൾ നമുക്കറിയാം സ്ക്വയറിൻ്റെ ഇൻസൈഡ് ഒരു നമ്പർ വരുമ്പോൾ അതിനൊരു പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ± കൊടുക്കുന്നത്. ഇനി നോക്കൂ, പ്ലസ് വാല്യൂ നോക്കാം. -21 +21 ആയിട്ട് മാറുന്നു. ഇനി ഫസ്റ്റ് നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെ പ്ലസ് വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ 21 + 3 ഡിവൈഡഡ് ബൈ 2. ഇനി നെഗറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ 21 - 3 ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 21 + 3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 24/2. 21 - 3 18 ഓൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സിന് ഇവിടെ കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് 12 ആൻഡ് 9 ആണ്. അപ്പോൾ ലെങ്ത് ആയിരുന്നു നമ്മൾ എക്സ് ആക്കിയിട്ട് എടുത്തത്. ലെങ്ത് = 12 എന്നും അതുപോലെ ബ്രെഡ്ത്ത് = എന്ത് കിട്ടും, 21 - x ആണ് ബ്രെഡ്ത്ത്. അപ്പോൾ 21 - 12 ദാറ്റ് ഈസ് 9. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് 12 ആണെങ്കിൽ ബ്രെഡ്ത്ത് 9 ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് വാല്യൂസാണ് എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. ഇവിടെ നമ്മൾ ഈ ഫോം ചെയ്ത പോളിനോമിയൽ എക്സിന് ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് = 0 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 300? 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 300 കിട്ടുക എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ് ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടത്. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് n × n + 1 ഓൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്രയോ നാച്ചുറൽ നമ്പേഴ്സ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയോ നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് 300 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ n-ൻ്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടെത്തേണ്ടത്. n × n + 1 ഡിവൈഡഡ് ബൈ 2 = 300. അപ്പോൾ n × n + 1 = 300 × 2 ദാറ്റ് ഈസ് 600. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n² + n, ഇനി 600നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -600 ദാറ്റ് ഈസ് = 0. n² + n - 600 = 0. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, b² - 4ac വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ b എന്ന് പറയുന്നത് 1, a എന്ന് പറയുന്നത് 1, c എന്ന് പറയുന്നത് 600 ആണ്. b² എന്ന് പറയുമ്പോൾ 1² - 4 × 1 × 600 that is equal to 1 മൈനസ്, ഇവിടെ സീൻ്റെ വാല്യൂ -600 ആണ്. അപ്പോൾ 1 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും. 4 × 600 എന്ന് പറയുമ്പോൾ 2400 ദാറ്റ് ഈസ് ഈക്വൽ ടു 2400 1 എന്ന് കിട്ടും. b² - 4ac വാല്യൂ. ഇനി എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac വാല്യൂ കണ്ടെത്തണം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2401 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക, ദാറ്റ് ഈസ് 49.
square root of b square minus 4ac equal to square root of 2401, that is equal to 49. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ n ആണ്, x അല്ല. അപ്പോൾ n ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് കൊടുക്കാം. മൈനസ് ബി എന്ന് പറയുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 49 ഓൾ ഡിവൈഡഡ് ബൈ 2 into 1, that is 2. ഇനി എന്ത് ചെയ്യണം, ഇതിന് പ്ലസ് 49ഉം മൈനസ് 49 വരുന്ന രണ്ടിന് വാല്യൂസ് കൊടുക്കണം. അപ്പോൾ n ഈക്വൽ ടു -1 പ്ലസ് 49 ഡിവൈഡഡ് ബൈ 2 ഓർ -1 മൈനസ് 49 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ -1 പ്ലസ് 49 എന്ന് പറയുമ്പോൾ 48 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 24. -1 മൈനസ് 49, ദാറ്റ് ഈസ് -50. -50 ഡിവൈഡഡ് ബൈ 2 -25. ഇവിടെ നമുക്ക് n ഈക്വൽ ടു 24 എന്ന് പറയുന്ന നമ്പർ സെലക്ട് ചെയ്യാം. 1 മുതൽ 24 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മായിരിക്കും 300 കിട്ടുന്നത്. Next question, what number added to 1 gives its own square? ഏത് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് ആ സംഖ്യയുടെ തന്നെ സ്ക്വയർ കിട്ടുക എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ ടൈപ്പിലുള്ളൊരു നമ്പറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്പർ ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കാം. ഇനി ഈ നമ്പറിനോട് കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമ്പറിൻ്റെ സ്ക്വയർ കിട്ടണം. നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണ്, ഇതിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് കിട്ടണം. ഈ ടൈപ്പിലുള്ളൊരു നമ്പറാണ് കണ്ടെത്തേണ്ടത്. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് -1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് നമ്മൾ ഈ എക്സിനെയും 1നെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് -xഉം -1 ആയിട്ട് മാറുന്നു. ലെഫ്റ്റ് സൈഡ് 0 ആയിട്ട് മാറും. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് -1 ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ വാല്യൂസ് കണ്ടെത്താം. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -1, സി ഈക്വൽ ടു -1. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ ആവശ്യമായ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ഫസ്റ്റ് കണ്ടെത്താം. ദാറ്റ് ഈസ് -1 ഓൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു -1, ദാറ്റ് ഈസ് 1 പ്ലസ് 4 ഈക്വൽ ടു 5. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5. ഇനി എക്സ് കണ്ടെത്താനുള്ള ഫോർമുല -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a, ദറ്റ് ഈസ് ഈക്വൽ ടു ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഓഫ് -1 പ്ലസ് ഓർ മൈനസ് √5 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ മൈനസ് ഓഫ് -1 എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ വാല്യൂസ് 1 പ്ലസ് ഓർ മൈനസ് √5 ഡിവൈഡഡ് ബൈ 2. ഇവിടെ എക്സിന് പോസിബിൾ ആയിട്ടുള്ള രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് 1 പ്ലസ് √5 ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ 1 മൈനസ് √5 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ √5ൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റ് അറിയാത്തത് കൊണ്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, in writing the equation to construct a rectangle of specified perimeter and area, the perimeter was wrongly written as 24 instead of 42. The length of a side was then computed as 10 meters.
വാട്ട് ഈസ് ദി ഏരിയ ഇൻ ദി പ്രോബ്ലം? വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഇൻ ദി കറക്റ്റ് പ്രോബ്ലം? നിശ്ചിത പെരിമീറ്ററും അതുപോലെ ഏരിയയും വരത്തക്ക വിധത്തിൽ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തു. അപ്പോൾ ആ ഇക്വേഷനിൽ 42 പകരം 24 കൊടുത്താണ് സോൾവ് ചെയ്തത്. അങ്ങനെ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 10 മീറ്റർ എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയെന്ന് കണ്ടെത്തണം. അതുപോലെ 24 അല്ല നമുക്ക് കിട്ടേണ്ടിയിരുന്ന പെരിമീറ്റർ 42 ആയിരുന്നു. അപ്പോൾ 42 ആണ് പെരിമീറ്റർ കൊടുക്കുന്നതെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര മീറ്റർ ആയിരിക്കും എന്നാണ് നെക്സ്റ്റ് കണ്ടെത്തേണ്ടത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പെരിമീറ്റർ 24 ആണെങ്കിൽ ഏരിയ എത്രയെന്ന് കണ്ടെത്താം. പെരിമീറ്റർ 24 ആകുമ്പോൾ അതിൻ്റെ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും സം എന്ന് പറയുന്നത് 24ൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് 12. അപ്പോൾ 24 വെച്ച് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ലെങ്ത്ത് 10 മീറ്റർ കിട്ടിയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്രെഡ്ത്ത് 2 ആയിരിക്കും. കാരണം രണ്ടിൻ്റെയും സമ്മ് 12 ആണ്. അതിൽ ലെങ്ത്ത് 10 ആണെങ്കിൽ ബ്രെഡ്ത്ത് 2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് 10 × 2 20 മീറ്റർ സ്ക്വയർ. ഇനി പെരിമീറ്റർ 42 ആണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് 42ൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് 21. അപ്പോൾ ലെങ്ത്ത് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് ഈക്വൽ ടു 21 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 21 മൈനസ് എക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു 20. ഏരിയ 20 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 21x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 20 എന്ന് കിട്ടും. എല്ലാ ടേംസിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 21x പ്ലസ് 20 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇക്വേഷൻ കിട്ടി. ഇതിൽ വാല്യൂസ് എന്ന് പറയുന്നത് a ഈക്വൽ ടു 1, b ഈക്വൽ ടു മൈനസ് 21, c ഈക്വൽ ടു 20. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു മൈനസ് 21 ഹോൾ സ്ക്വയർ മൈനസ് 4 × 1 × 20. ദറ്റ് ഈസ് ഈക്വൽ ടു 441 മൈനസ് 80. ദറ്റ് ഈസ് 361. Square root of b square minus 4ac equal to square root of 361. That is equal to 90. X equal to minus b plus or minus root of b square minus 4ac divided by 2a equal to മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് 21 മൈനസ് ഓഫ് മൈനസ് 21 പ്ലസ് ഓർ മൈനസ് 19 ഡിവൈഡഡ് ബൈ 2. രണ്ട് വാല്യൂസ്. മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. 21 പ്ലസ് 19 ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ 21 മൈനസ് 19 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 21 പ്ലസ് 19 ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് 20 ഓർ 21 മൈനസ് 19 ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് 1. എക്സിൻ്റെ വാല്യൂസ് 20 അല്ലെങ്കിൽ 1 ആയിരിക്കും. അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. അപ്പോൾ ലെങ്ത്ത് ഈക്വൽ ടു 20 എന്നും ബ്രെഡ്ത്ത് ഈക്വൽ ടു 1 എന്നും കൊടുത്താൽ മതി. രണ്ട് വാല്യൂസും ആവശ്യമായതുകൊണ്ട് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ആക്കിയിട്ട് എടുത്താൽ മതി.
Last question. In copying a second degree equation to solve it, the term without x was written as 24 instead of minus 24. The answers found were 4 and 6. What are the answers of the correct problem? അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതിയപ്പോൾ എക്സ് ഇല്ലാത്ത ടേം -24 പകരം 24 എന്ന് എഴുതി. അങ്ങനെ എഴുതി ആ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ എക്സിന് കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് 4ഉം 6ഉം ആണ്. ഇനി 24 പകരം -24 തന്നെയാണെങ്കിൽ എക്സിൻ്റെ ശരിയായ വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0. ഇതിന് എക്സിന് 4ഉം എക്സിന് 6 എന്ന് പറയുന്ന വാല്യൂസ് കൊടുത്ത് എൻ്റെയും ബീൻ്റെയും വാല്യൂസ് കണ്ടെത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ സിക്ക് 24 പകരം -24 കൊടുത്ത് എക്സിൻ്റെ യഥാർത്ഥ വാല്യൂസ് കണ്ടെത്തണം. ഫസ്റ്റ് എക്സിന് 4 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് a × 4² + b × 4 + 24 = 0. ഇവിടെ നമ്മൾ സിക്ക് 24 ആണ് കൊടുക്കേണ്ടത്, കാരണം -24 പകരം 24 ആണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 16a² + 16a + 4b + 24 = 0. ഇക്വേഷൻ എല്ലാ ടേമും 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് 4 ഡിവൈഡ് ചെയ്ത് ഇക്വേഷൻ ഒന്നും കൂടി സിമ്പിളാക്കാം. അപ്പോൾ 16a 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 4a + b + 6 = 0. ഇക്വേഷൻ നമ്പർ 1. ഇനി എക്സിന് എന്ത് ചെയ്യാം? 6 എന്ന് പറയുന്ന വാല്യൂ എടുത്ത് സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോൾ a × 6² + b × 6 + 24 = 0. അപ്പോൾ 36a + 6b + 24 = 0. ഇക്വേഷൻ എല്ലാ ടേമും 6ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 6 ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 36a എന്ന് പറയുമ്പോൾ അതിനെ 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 6a + b + 4 = 0. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ലും ഇക്വേഷൻ നമ്പർ 2ലും ബീൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അതുകൊണ്ട് ഇക്വേഷൻസ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ബി റിമൂവ് ആവുകയും എൻ്റെ വാല്യൂ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 4 മൈനസ് ചെയ്യാൻ പോവുകയാണ്. 6aയിൽ നിന്ന് 4a മൈനസ് ചെയ്താൽ 2a, ബിയിൽ നിന്നും b മൈനസ് ചെയ്താൽ 0, 4ൽ നിന്നും 6 മൈനസ് ചെയ്താൽ -2, ദറ്റ് ഈസ് = 0. അപ്പോൾ 2a = 2 എന്ന് വരും. a = 2 ഡിവൈഡഡ് ബൈ 2, ദറ്റ് ഈസ് 1. എൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്ത് ബീൻ്റെ വാല്യൂ കണ്ടെത്തണം. a = 1 എന്ന് പറയുന്ന വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുമ്പോൾ 4 × 1 + b + 6 = 0. അപ്പോൾ ഇവിടെ 4 + b + 6 = 0. അപ്പോൾ b + 10 = 0, b = -10. അപ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -10 ആണ്. ഇനി എൻ്റെയും ബീൻ്റെയും നമ്മൾ വാല്യൂസ് ജനറൽ ഇക്വേഷനിൽ കൊടുത്ത് എക്സിൻ്റെ വാല്യൂസ് കണ്ടെത്തണം. a = 1, b = -10. അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ax² + bx + c = 0 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -24 ആണ്. അപ്പോൾ x² - 10x
മൈനസ് 24 ഈക്വൽ ടു 0. ഇതിൽ ഫസ്റ്റ് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ കണ്ടെത്താം. ദാറ്റ് ഈസ് മൈനസ് 10 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 24. ദാറ്റ് ഈസ് 100 പ്ലസ് 4 ഇൻറ്റു 24 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 4 16, 2 ഇൻറ്റു 4 8 പ്ലസ് 1 9. അപ്പോൾ 196 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷനിൽ ഇതിൻ്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോർമുലയിൽ ഈ വാല്യൂസ് കൊടുത്ത് എക്സിൻ്റെ വാല്യൂസ് കണ്ടെത്താം. ഫോർമുല എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ മൈനസ് ബീൻ്റെ വാല്യൂ മൈനസ് 10 ആണ്. പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac 196 ആയിരുന്നു. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 196 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 10 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 196 എന്ന് പറയുമ്പോൾ 14 ഡിവൈഡഡ് ബൈ 2. എക്സിന് വരാൻ സാധ്യതയുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് 10 പ്ലസ് 14 ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ 10 മൈനസ് 14 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 10 പ്ലസ് 14 ദാറ്റ് ഈസ് 24 ബൈ 2. 24 ഡിവൈഡഡ് ബൈ 2 ഓർ മൈനസ് 4 ബൈ 2. അപ്പോൾ എക്സ് ഈക്വൽ ടു 12 ഓർ മൈനസ് 2. അപ്പോൾ എക്സിൻ്റെ ആക്ച്വൽ വാല്യൂസ് എന്ന് പറയുന്നത് 12 മൈനസ് 2 ആണ്. അപ്പോൾ ഇതോടെ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ.